ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധയമ്മയെ പ്രത്യേകമാംവിധം വണങ്ങുന്ന ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥ ശക്തി എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുടുംബത്തിൽ എത്രമാത്രം സമയം ചെലവഴിച്ചാലും നമുക്ക് മതിയാകാറില്ലല്ലേ? കാരണം നമ്മുടെ കുടുംബം അത്രമാത്രം നമുക്ക് പ്രിയപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മെപ്പോലുള്ള നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാറി മാറി വരുന്ന ഡ്യൂട്ടികൾ ഡേയും നൈറ്റും മോർണിംഗും ഈവനിങ്ങും ഒക്കെയായി പലപ്പോഴും ആവശ്യ സമയങ്ങളിൽ നമുക്ക് വീട്ടിലെത്താൻ സാധിക്കാറില്ല. നമ്മുടെ ഒരു ഓഫിനു വേണ്ടി കുടുംബാംഗങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. എന്നാൽ ജ്ഞാനത്തിലും പ്രായത്തിലും ഈശോയെ വളർത്തിയ പരിശുദ്ധയമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ആകുലപ്പെടേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതേ പ്രിയമുള്ളവരെ, ഇപ്രകാരം പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിച്ച ഒരു കുടുംബത്തെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനം 16:31 വചനം പറയുന്നു, അവർ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഷാർജ നഴ്സസ് മിനിസ്ട്രിയിലെ അംഗമായ ആലീസും കുടുംബവുമാണ്. ആലീസിൻ്റെ ജീവിത പങ്കാളി തന്നെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് മാത്യൂസ് ജേക്കബ്. ജീവിത പങ്കാളി ആലീസ്. മൂത്ത മകൻ ഡെൻസിൽ, മൂത്ത മോള് മെർലിൻ, രണ്ടാമത്തെ മോള് മെറീന. ആലീസും കുടുംബവും ഈശോയോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആലീസ് നഴ്സസ് മിനിസ്ട്രിയോടും ചേർന്ന് പ്രവർത്തിക്കുന്നയാളാണ്. എന്താണ് ആലീസിന് നഴ്സസ് മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ പ്രചോദനമായത്? എനിക്ക് ചെറുപ്പം മുതലേ അപ്പനിൽ നിന്ന് ഞാൻ പഠിച്ചത്. ഞങ്ങളുടെ വീട്ടിൽ എന്നും കൊന്തെത്തിക്കും സന്ധ്യയാകുമ്പം. പിന്നെ അമ്മ ഒത്തിരി ഭക്തി, തിരുഹൃദയത്തോടും മാതാവിനോടും ഒത്തിരി ഭക്തിയുള്ള മകളായിരുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, വെള്ളിയാഴ്ച തിരുഹൃദയത്തിൻ്റെ ദിവസവും ശനിയാഴ്ച മാതാവിൻ്റെ ദിവസമാണ്. പിന്നെ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ വന്നപ്പോഴും നഴ്സിംഗ് സ്കൂളിൽ വെച്ചും ഒത്തിരി ധ്യാനങ്ങൾ കൂടാനും ഈശോയെ പറ്റി അറിയുവാനും ഒക്കെ ഇടവന്നിട്ടുണ്ട്. ചെറുപ്പത്തിലായാലും ഒരു പ്രാർത്ഥന ബുക്ക് എനിക്ക് ഒരു 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ ബുക്കിൽ നിന്ന് ഞാൻ എന്നും പ്രാർത്ഥന ചൊല്ലുമായിരുന്നു, തിരുഹൃദയത്തോടുള്ള ഒരു പ്രാർത്ഥന. അത് ചൊല്ലിയിട്ട് എന്നും എണീക്കുമ്പം ഈശോയും മാതാവിനെയും നോക്കി ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് എഴുന്നേൽക്കാറുള്ളത്. നഴ്സിംഗ് സ്കൂളിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ ഒത്തിരി ധ്യാനം കൂടാനും ആ ധ്യാനത്തിലൂടെ ഈശോ അറിയുവാനും അത് ഉള്ളിൽ കൊണ്ട് നടക്കുവാനും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ച് ഓരോ കാര്യം ചെയ്യുവാനും ഇടവരുത്തിയിട്ടുണ്ട്. പിന്നെ ചെറുപ്പത്തിൽ കൊച്ചു ത്രേസ്യയുടെ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ കൊച്ചു ത്രേസ്യ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും അത് ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യണമെന്ന്. ഒരു പേപ്പർ എടുത്തിട്ടാലും അത് പറയും ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അപ്പം അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും ഞാനും അങ്ങനെ പറയുമായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ. അതുമാതിരി ഓരോ കാര്യം ചെയ്യുമ്പോഴും ഒരു സുധനസ്ഥല ആത്മാക്കളെ രക്ഷിക്കാനായി ഇത് കാഴ്ചവെക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ജോലി ചെയ്യുമ്പോഴും ഓരോ കഷ്ടപ്പെട്ട് വരുമ്പോഴും ഇങ്ങനെ ഈശോയെപ്പറ്റി ഈശോയോട് പറയും, ഇത് നിൻ്റെ മഹത്വത്തിനായി ചെയ്യുവാണെന്ന്. അങ്ങനെ പല ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യുമ്പോഴും എനിക്ക് ഒത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഈശോയോട് പ്രാർത്ഥിക്കാറുള്ളത്. ഈശോയോട് പറയും, ഈശോയെ എനിക്ക് നീ വഴി കാണിച്ചു തരണമേ, നീയാണ് വഴിയും സത്യവും ജീവനും, എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാകണം, എനിക്ക് എല്ലാ വഴികളും നീ എൻ്റെ കൂടെ ഇടപെടണം. അങ്ങനെ ഇരുന്നു. അപ്പം ഇവിടെ വന്നപ്പോഴാണേലും ഞാൻ എൻ്റെ സഹപ്രവർത്തക സുഹൃത്തുക്കളോടുകൂടി ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴും ഒത്തിരി കഷ്ടപ്പാടൊക്കെ വരുമ്പം ഞാനിങ്ങനെ പ്രാർത്ഥന ചൊല്ലി ചൊല്ലി കാഴ്ചവെക്കുമായിരുന്നു. അതുമാതിരി ഒരു ഫ്രണ്ട്സിനോട് പറയും, നാട്ടിൽ പോയിട്ട് വരുമ്പോഴൊക്കെ എപ്പോഴും പ്രാർത്ഥന ബുക്കും കൊന്തയൊക്കെ കൊടുന്ന് അവർക്കും കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നഴ്സസ് മിനിസ്ട്രി ആയിട്ട് ഞാൻ വന്ന് ഇടപെടുന്നത്. ഒത്തിരി എനിക്ക് സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു നഴ്സസ് കൂട്ടായ്മ ഉള്ളത്. നമ്മുടെ കഷ്ടപ്പാട് ഷെയർ ചെയ്യാനും ആ കഷ്ടപ്പെടുന്ന നഴ്സസിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരു അവസരം, ഒരു കൂട്ടായ്മ ഒരുക്കി തന്നതിന് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അതും ഷാർജ നഴ്സസ് മിനിസ്ട്രിയുടെ ഒരു അംഗമായി ചേരുവാൻ ദൈവം ഇടവരുത്തിയതിന് ഞാൻ ഒത്തിരി സന്തോഷമാണ് എനിക്കതിൽ. അതിലൂടെ ഒത്തിരി ഞാൻ പഠിച്ചു. ഈ നഴ്സസ് മിനിസ്ട്രി വന്ന പിന്നെയാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള നല്ലൊരു ബോധ്യം കിട്ടിയത്. ഞാനെപ്പോഴും എൻ്റെ കാര്യമാണ് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു ഈശോയോട്.
പിന്നെ അവിടുത്തെ എന്നേക്കാളും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒത്തിരി നഴ്സസ് ഉണ്ട്. അതുമാതിരി ഇപ്പം ഒരു നല്ലൊരു നഴ്സസ് മിനിസ്ട്രിൻ്റെ ഒരു എയിം 2 കോടി നഴ്സും ഈശോയെ അറിയണമെന്ന്. അത് ഒത്തിരി സന്തോഷമായി. എല്ലാ നഴ്സസും ഈശോയെ അറിയണം എന്നുള്ള ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. 2 തിമോത്തി 3:16-17 പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അവ വഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യാൻ പര്യാപ്തനാകുകയും ചെയ്യുന്നു. ഈ വചനത്തിൽ വേരൂന്നി ഈ വചനം ഹൃദയത്തിലേറ്റ് ജീവിക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ് ആലീസിൻ്റെതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത്, എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുമ്പ് മാത്യൂസ് രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അതുകൂടാതെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് മാത്യൂസിന് കുടുംബ പ്രാർത്ഥനയിൽ ഇത്രയധികം പ്രാധാന്യം കൊടുത്തു പോകാൻ പ്രചോദനമായത്? എൻ്റെ ചെറുപ്പകാലത്ത് അപ്പനന്മാർ മരിയ ഭക്തിയുള്ളവരായിരുന്നു. പലപ്പോഴും കൊന്ത ചൊല്ലി കഴിഞ്ഞിട്ടേ ആഹാരം തരത്തുള്ളായിരുന്നു. ലുത്തിനെ കഴിയുന്നവരെ ഞങ്ങൾ മുട്ടുകുത്തി നിൽക്കണമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രചോദനമായിരുന്നു നമ്മുടെ കുടുംബത്തിലും. ആലീസ് ഡ്യൂട്ടി ആയിരിക്കുമ്പോഴും കൊച്ചുങ്ങളായിട്ട് കൊന്ത ചൊല്ലിയിട്ടേ ആ രാത്രി കിടക്കാറുള്ളായിരുന്നു. എൻ്റെ ഭർത്താവ്, ഞാൻ ഡ്യൂട്ടി ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആകുമ്പോൾ എസ്പെഷ്യലി ഞാൻ വരുമ്പോഴത്തേക്കും 11:30-12 ആവും ഇപ്പോഴത്തെ ഷിഫ്റ്റ് വരാൻ. അപ്പോഴായാലും കൊച്ചുങ്ങളെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് അവരെ കൂട്ടി വെച്ച് കൊന്ത ചൊല്ലി അവർ കിടക്കുകയുള്ളായിരുന്നു. അതുമാതിരി ഞങ്ങൾ കൊന്ത ഒരിക്കലും മുടക്കിയിട്ടില്ല. എൻ്റെ ഓർമ്മ വെച്ച് നാൾ മുതൽ ഏത് പാർട്ടിക്ക് പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും ഞങ്ങൾ, അല്ലെങ്കിൽ ഫാമിലി സെൽ മീറ്റിംഗ് എന്തായാലും ഞങ്ങൾ ആദ്യം എങ്ങനെയെങ്കിലും ആ കൊന്ത ഒന്നിച്ചിരുന്ന് ചെല്ലാൻ നോക്കും. ഒന്നെങ്കിൽ ആദ്യമേ ചെല്ലും, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എത്ര ദൂരമാണല്ലോ വീട്, ഞങ്ങൾ കാറിലിരുന്ന് ഒന്നിച്ച് കൊന്ത ചെല്ലും. അല്ലെങ്കിൽ അവിടെ നിന്ന് നേരത്തെ വരാൻ നോക്കും, പാർട്ടിക്ക് എന്തെങ്കിലും പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി സെൽ മീറ്റിങ്ങോ എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ അത്യാവശ്യം വീട്ടിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും 12 മണിക്ക് മുമ്പ് ഞങ്ങൾ കൊന്ത ചെല്ലും. ഒരിക്കലും മുടങ്ങിയിട്ടില്ല. അതുമാതിരി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇൻറ്റൻഷൻ വെച്ച് പ്രാർത്ഥിക്കും കൊന്തയിൽ. അതായത് ഞങ്ങൾ ഈ കൊന്ത ഇപ്പം നഴ്സസ് മിനിസ്ട്രിക്ക് വന്നേ പിന്നെയാണ് ഞങ്ങൾ കൊന്ത എത്തിക്കുമ്പം 5 രഹസ്യം 5 കാര്യത്തിന് വേണ്ടി, നിയോഗങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കും. ആദ്യത്തെ എപ്പോഴും ഞങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് 10 മണി ചൊല്ലി കാഴ്ചവെക്കുന്നത് സുധനസിലെ ആത്മാക്കൾക്ക് വേണ്ടിയാണ്. അത് ഞങ്ങൾ ഒരു ഹോളി ലാൻഡ് പോയപ്പം അച്ഛൻ പറഞ്ഞു നമ്മുടെ 42 തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സുധനസിലെ ആത്മാക്കൾക്ക് വേണ്ടി. അവർക്ക് പ്രാർത്ഥിക്കാൻ ആരുമില്ല. അപ്പം നമ്മളെപ്പോഴും ആദ്യത്തെ ആ 10 മണി കാഴ്ചവെക്കുന്നത് സുധനസിലെ ആത്മാക്കൾക്ക് വേണ്ടിയാണ്. പിന്നെ രണ്ടാമത്തെ രഹസ്യം ചെല്ലുമ്പോൾ എന്നെയും ഭർത്താവിനെയും സമർപ്പിച്ച് അതോട് ഞങ്ങളെപ്പോലെ 2 കോടി കുടുംബങ്ങളെ ചേർത്ത് വെച്ച് എല്ലാ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. മൂന്നാമത്തെ രഹസ്യം ചെല്ലുമ്പോൾ ഞങ്ങൾ മക്കളെ സമർപ്പിക്കും. അവരെ വിശുദ്ധീകരിക്കണമേ, അവരെ വിശുദ്ധരാക്കി മാറ്റണമേ, പിന്നെ ഒന്നും കൂടി ഞാൻ ഇടയും പ്രൊട്ടക്ട് ദർ വേർജിനിറ്റിന്ന്, അവർ നല്ലൊരു വേർജിനുള്ള മക്കളായി മാറണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. വിശുദ്ധരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ 4ാമത്തെ ചെല്ലുമ്പോൾ ഞങ്ങളെ ബന്ധുമിത്രാദികളെ സമർപ്പിക്കും. എല്ലാവരെയും ബന്ധുമിത്രാദികളെല്ലാവരും ഈശോ അറിയണം എന്നുള്ള ആഗ്രഹത്തോട് ആ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. 5ാമത്തെ ചെല്ലുമ്പോൾ ഞങ്ങൾ മാർപ്പാപ്പയുടെ ഇൻറ്റൻഷന് വേണ്ടിയും ഞങ്ങളുടെ ഷാർജ ഇടവിലെ ഞങ്ങളുടെ വികാരി അച്ഛനും മറ്റെല്ലാ അച്ഛന്മാരെയും സമർപ്പിച്ച്, ഷാർജ നഴ്സസ് മിനിസ്ട്രിയും സമർപ്പിച്ച്, അതിലുള്ള കോർ മെമ്പേഴ്സിനെയും പിന്നെ ഞങ്ങളെ വെറുക്കുന്നവരെ, ശപിക്കുന്നവരെ, ഞങ്ങളെ അനുഗ്രഹിക്കുന്നവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിയോഗം വെച്ച് കൊന്ത ചെല്ലാറുണ്ട്. മക്കളായാലും അത് കണ്ടിന്യൂ അവരും പ്രാർത്ഥിക്കാറുണ്ട് കൊന്ത ചൊല്ലി. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് കിട്ടിയ ആ നല്ല മാതൃകയാണ് മക്കൾക്ക് ദിവസവും കൊന്ത എത്തിക്കുന്നതിനും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നതിനും ഒക്കെ പ്രചോദനമായത്. ഇനി നമുക്ക് മക്കളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇന്നത്തെ ഈ ജീവിത സാഹചര്യത്തിൽ, ഈ ജോലി തിരക്കിനിടയിൽ മോൻ ആഴ്ചയിൽ 1 ദിവസം കിട്ടുന്ന ഓഫിൽ നമ്മുടെ ഇടവക ദേവാലയത്തിൽ മറ്റു കുട്ടികൾക്കായിട്ടാണ് മോൻ ആ ദിവസം ചെലവഴിക്കുന്നത് എന്ന് മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് മോൻ്റെ ഇടവക ദേവാലയത്തിലെ പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഞാൻ കാറ്റഗീസത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ചെറുപ്പം തൊട്ടാണെങ്കിൽ ലൈക്ക് ഈ റോസറി ആയാലും കർണക്കൊന്തായാലും എല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഞാനതൊരു സ്ട്രിക്റ്റായിട്ട് ഒരു റൂളായിട്ട് കൊണ്ടുപോയി നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീപ്പ് സെൻസ് എനിക്കങ്ങനെ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഹോസ്റ്റലി, അതായത് ഡിഗ്രി ചെയ്യാൻ വേണ്ടി നാട്ടിലോട്ട് പോകേണ്ട ഒരു ആവശ്യം വന്നായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനത്തെ തിരിച്ചറിവ് വരുന്നത്. അതായത് മമ്മിയും പപ്പയായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ ഉപദേശിക്കുമായിരുന്നു. അപ്പോൾ ലൈക്ക് ഫാദറാണെങ്കിൽ ലൈക്ക് പേഴ്സണൽ പ്രെയറിൻ്റെ കാര്യം പറയും. അപ്പോൾ പേഴ്സണൽ പ്രെയർ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ മമ്മി പറയുമ്പോൾ ഓരോ ചെറിയ കാര്യത്തിലും നമ്മൾ പ്രാർത്ഥിച്ച് വേണം തുടങ്ങാൻ. അതിപ്പോൾ എന്തായാലും അതൊരു ദൈവത്തെ വിളിച്ച് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റേതായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇവരെന്നെ ചെറുപ്പം തൊട്ടേ പറഞ്ഞു പഠിപ്പിച്ചത്, അതായത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അതേ സാഹചര്യത്തിൽ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞായിരുന്നു.
അതിപ്പോൾ പരീക്ഷയായാലും ശരി, എന്തായാലും ശരി, എൻ്റെ അതേ സാഹചര്യത്തിൽ പോകുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഓരോ ടെസ്റ്റിന് മുമ്പും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, പോകുന്ന എല്ലാവരെയും. അപ്പോൾ അങ്ങനെ 3 ട്രൈസും ഉണ്ടായിരുന്നു. ആ 3 ട്രൈസിലും ആരെങ്കിലും ഒരാൾ പാസ്സായി പോയായിരുന്നു, ഞാൻ ഒഴിച്ച്. അപ്പോൾ ദൈവം ഇനിയും എന്നെ യൂസ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു മെസ്സേജ്, ഒരു പോസിറ്റീവ് മെസ്സേജാണ് ഞാൻ ഇതിൽ എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, അപ്പോൾ ഈ ജോലിയിലോട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രവേശിക്കുന്നത്. അപ്പോൾ ആ ജോലീൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹെക്റ്റിക്കാണ്. അപ്പോൾ എനിക്ക് അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തോന്നൽ വരാൻ തുടങ്ങി, അതായത് ഞാൻ ജീവിക്കുന്ന ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന്. അപ്പോൾ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു സങ്കടത്തിൽ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാറ്റഗിസത്തിൻ്റെ സാഹചര്യം വന്നു വീഴുന്നത്. ലാറ എന്ന് പറഞ്ഞൊരു കോർഡിനേറ്ററാണ് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഈ വേദപാഠത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുട്ടികളുടെ കൂടെ ഇടപെടുന്നത്. അപ്പോൾ ലൈക്ക് മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഒന്നും കൂടി അവരുടെ ക്ലോസ് ഏജാണ്. അവരിപ്പോൾ അവരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതായത് അവർക്ക് ഇപ്പോഴത്തെ ടെക്നോളജി ആക്സസ്, ഇപ്പോഴത്തെ ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണ്, എല്ലാം എനിക്ക് ഒന്നും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഏജിൻ്റെ ഇത്. അപ്പോൾ ആ ഒരു ഏജിൽ വെച്ച് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യം, എന്തൊരു ആക്ഷൻ ആയാലും അത് അവർക്കൊരു പ്രചോദനം, അത് അവർക്ക് ഒരു മാറ്റം വരുത്തുവാണെങ്കിൽ ഐ വിൽ ബി റിയലി ഹാപ്പി ആൻഡ് ഗിവ് ഗ്ലോറി ടു ഗോഡ്. ചേട്ടയ്ക്ക് ആകെപ്പാട് കിട്ടുന്ന ഫ്രൈഡേ ഹോളിഡേ. ആ ഹോളിഡേയിൽ ചേട്ട ടീനേജേഴ്സിന് പോയി എൻകറേജ് ചെയ്യും. അപ്പോൾ ആ ഫ്രൈഡേ തന്നെ ചേട്ട ദൈവത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരിക്കൽ എൻ്റെ മോനെ പറ്റി പറയാനാണെങ്കിൽ, നാട്ടിൽ ഞങ്ങൾ കാഞ്ചിക്കോടും റാണിമറിയയുടെ അവിടെ പോയി. അപ്പം ഇവിടെ നിന്ന് അതിൻ്റെ മുമ്പേ ഞങ്ങൾ കാസറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. റാണിമറിയ പ്രാർത്ഥിക്കുമ്പം ഇങ്ങനെ മാതാവിൻ്റെ പരിമളം എല്ലാവർക്കും ഇങ്ങനെ അനുഭവപ്പെടുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മോന് റാണിയോട് ഉടനെ പറഞ്ഞു, റാണി എനിക്കും എൻ്റെ കൊന്തയിലും ആ പരിമളത്തിൻ്റെ മണം വേണം, മുല്ലപ്പൂവിൻ്റെ മണം വേണമെന്ന്. അപ്പോൾ റാണി പറഞ്ഞു, മോനെ ഇത് ഞാൻ തരുന്നതല്ല, മാതാവിൻ്റെ സാന്നിധ്യമാണ്, നമ്മൾ പ്രാർത്ഥിക്കാം, ദൈവമാണെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസങ്ങളിൽ മോൻ നല്ല കൊന്തെത്തിക്കുമായിരുന്നു. കുഞ്ഞുങ്ങളെയും കൂട്ടി ഞങ്ങൾ സന്ധ്യ നേരത്ത് ഒന്നിച്ചിരുന്ന് കൊന്തെത്തിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കൊന്തെത്തിക്കാൻ തുടങ്ങി. കൊന്തെല്ലാം തുടങ്ങിയപ്പോൾ തന്നെ നല്ല മുല്ലപ്പൂവിൻ്റെ മണം അവിടെ മുഴുവനുണ്ടായിരുന്നു. ഞങ്ങളിട്ട് എല്ലാവരും കൊന്തയിലും ഉണ്ടായിരുന്നു മണം. അമ്മ എൻ്റെ സഹോദരന് ഉണ്ടായിരുന്നു ഒരു കൊച്ചാങ്ങള, അവനും വലിയ വിശ്വാസമല്ലായിരുന്നു മാതാവിൻ്റെ, ഇതൊക്കെ ചുമ്മാ ആൻറ്റി എന്തെങ്കിലും സ്പ്രേ അടിക്കുന്നതായിരുന്നു അവൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ കൊന്തയിലും മണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ദൂരം പോയി, എല്ലാം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വന്ന വണ്ടി ഒത്തിരി ദൂരമായിരുന്നേ. അവിടെ ചെന്ന് ആ വണ്ടി കയറുമ്പോഴും അവിടെ വണ്ടിയിലൊരു കൊന്ത കിടപ്പുണ്ടായിരുന്നു. ആ കൊന്തയ്ക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നേ. അപ്പം ഞാൻ ചോദിച്ചു, ആൻറ്റി ഇവിടെ വന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവിടെ മണം വന്നത്? അങ്ങനെ അവന് ഒത്തിരി വിശ്വാസം, മാതാവിലെ വിശ്വാസം വന്നു. ഒത്തിരി കൊന്തെത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കിടന്നുറങ്ങി വേറൊരു വീട്ടിൽ. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കോഴിക്കോടിന് പോകാനിരിക്കുമായിരുന്നു. അപ്പം എല്ലാവരും കൊന്തയ്ക്ക് നല്ല മണമായിരുന്നു. അവിടെ വീട്ടിലൊക്കെ എത്തിയപ്പോൾ മാറിപ്പോയി. അപ്പോൾ മെറീന ഇട്ടിരുന്ന അവളുടെ കഴുത്തിൽ കൊന്തയില്ലായിരുന്നു, അപ്പോൾ ഒരു ബെന്തിങ്ങ ഇട്ടിരുന്നു. ആ ബെന്തിങ്ങയ്ക്ക് ഒത്തിരി മണമായിരുന്നേ. അപ്പം ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാൻ ആ ബെന്തിങ്ങ ഞാനിട്ടു. ഞാൻ പറഞ്ഞു അവൾ കളയുമായിരിക്കും ഇതെന്ന്. അത് എടുത്ത് മാറ്റിയോണ്ട് ആ മണം പോയേ. അപ്പോൾ ഞാൻ ഓർത്ത് കുഞ്ഞുങ്ങളുടെ അടുത്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഒത്തിരി, അവൾ ഇന്നസെൻ്റുമായിട്ടുള്ള പിള്ളേരുടെ അടുത്ത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് പോകുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് പിന്നെയും ഈ മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു പോണ വഴിക്ക്. അപ്പം കൊച്ചാങ്ങളെ ആദ്യം തുടങ്ങി, നല്ല മണമുള്ള ചേച്ചി, മുല്ലപ്പൂവിൻ്റെ മണമുള്ളോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് കാപ്പിപ്പൂ എല്ലാം പൂത്തായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ ചുറ്റിലും നോക്കി, ഒന്നുമില്ല, കമുങ്ങുന്തോട്ടത്തിൽ കൂടെ ആയിരുന്നു ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം ഒരു കുന്നിൻ്റെ മുകളിൽ മാതാവിൻ്റെ ഒരു പള്ളിയും മാതാവ് ഇങ്ങനെ ഞങ്ങളെ അനുഗ്രഹിക്കണ മാതിരി ഒരു സ്റ്റാച്യു അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, മാതാവിൻ്റെ സാന്നിധ്യമെന്ന്. അങ്ങനെ നല്ല സുഗന്ധം മണം കിട്ടി. അങ്ങനെ മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഒത്തിരി എല്ലാവരും കുടുംബത്തോടെ അനുഭവിക്കാൻ പറ്റി. അതുകൊണ്ട് എല്ലാവരും മക്കളായാലും നല്ല ഇൻട്രസ്റ്റോട് കൊന്തെത്തിക്കാൻ ഇഷ്ടമാണ്. അമ്മാതിരി മക്കൾ ചോദിക്കുമായിരുന്നു, മാതാവ് ഇത് പല മാതാവാണല്ലോ, ഇതെന്താണ് മമ്മിയും ചോദിച്ച്. അപ്പം കുഞ്ഞിലെ എൻ്റെ ഭർത്താവ് മാത്യൂസ് കാസറ്റ് കൊടുന്ന് കാണിക്കുമായിരുന്നു, ഓരോ സ്ഥലത്തും കാണപ്പെട്ട മാതാവിനെ പറ്റി കാണാൻ വേണ്ടി. അങ്ങനെ അവർക്ക് മനസ്സിലായി ഈ ഒരു മാതാവാണ് എല്ലാ സ്ഥലത്തും പല സ്ഥലത്ത് കാണപ്പെടുമ്പോൾ പല പേരിൽ അറിയപ്പെടുന്നുള്ള ഒരു ബോധ്യം മക്കൾക്ക് കിട്ടി. അപ്പം മുമ്പ് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ വേളാങ്കണ്ണിയിൽ മാതാവ് കണ്ടാൽ വേളാങ്കണ്ണി മാതാവ് എന്ന് പറയും, ലൂർദിൽ കാണുമ്പോൾ ലൂർദ് മാതാവ്. അങ്ങനെ ഒരേ മാതാവ്, നമ്മുടെ ഒരു മാതാവാണ് പല സ്ഥലങ്ങളിലും കാണപ്പെടുമ്പം പല പേരിൽ അറിയപ്പെടുന്ന മാതാവ്. അങ്ങനെ അവർ അത് മനസ്സിലാക്കി. അതിന് ഒത്തിരി കാസറ്റും ബുക്കുകളൊക്കെ ഭർത്താവ് നമ്മുടെ പള്ളിയിലുള്ള ലൈബ്രറിയിൽ നിന്ന് വാങ്ങി കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർക്ക് ഒത്തിരി മനസ്സിലായി.
ലൂസി ഫാത്തിമയിൽ കാണപ്പെട്ട 3 പിള്ളേർ മാതാവിനെ കണ്ടതും, അപ്പോൾ അവർക്കൊന്നും ഒത്തിരിയെങ്കിലും ഭക്തി കൂടി. ഈ കുഞ്ഞു പിള്ളേരിൻ്റെ അടുത്ത് ആ മാതാവ് വരുന്നതും എല്ലാം സംസാരിക്കുന്നതായിട്ടൊരു കാസറ്റ് കണ്ടായിരുന്നു. അതുമാതിരി ലൂർദിലായാലും ഭരണത്തിൻ്റെ അടുത്തും അങ്ങനെ മാതാവിനോട് ഭക്തി ഞങ്ങൾ കുടുംബത്തോടെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. അത് എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ എല്ലാ മേഖലയിലും ഞങ്ങളുടെ കൂടെ അമ്മ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ജോലി തിരക്കിനിടയിൽ ഇങ്ങനെയുള്ള യുവജനങ്ങളെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ജോലിയും സാലറിയൊക്കെ ആയി കഴിയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന ഓഫ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാനാണ് കൂടുതൽ യുവജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന യുവ പ്രേക്ഷകർക്ക് മോൻ്റെ പ്രവർത്തനങ്ങൾ ഒരു പ്രചോദനമാകുമെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി മെറീനയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. മെറീന ഒത്തിരി മാതൃഭക്തിയാണെന്ന് മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട്. മോൾക്ക് മാതാവിലൂടെ ഈശോയുടെ സ്നേഹം മോൾ അനുഭവിച്ചതിനെ കുറിച്ചൊന്ന് പറയാമോ? മാതാവിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ പറ്റിയത് പപ്പയും മമ്മിയും പറഞ്ഞതിന് ശേഷമാണ്. അവർ പറയായിരുന്നു മാതാവ് കുറേ അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട് പല പല രാജ്യത്ത് പല പല രീതിയിൽ. പിന്നെ എനിക്ക് കൂടുതൽ അനുഭവം കിട്ടിയത് ഞാൻ കൊന്തെത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഞാൻ കൊന്തെത്തിക്കാൻ തുടങ്ങിയപ്പോൾ മാതാവ് ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും സാധിച്ചു തരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര ബിസി ആയാലും എങ്ങനെയെങ്കിലും നമ്മൾ സമയം കണ്ടെത്തണം കൊന്തെത്തിക്കാൻ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം, സമാധാനം, വിശ്വാസം ഉണ്ടാവും. മാതാവിലൂടെ എനിക്ക് ഈശോയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഭൗതിക അമ്മ നഷ്ടപ്പെട്ടാലും മാതാവ് എപ്പോഴും നമ്മുടെ സ്വർഗീയ അമ്മയായിട്ട് കൂടെ ഉണ്ടാവും. ഒരിക്കൽ എൻ്റെ അമ്മ മരിച്ച് കരയുമായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചു എന്നോട്, അമ്മ എന്തിനാണ് കരയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മരിച്ചു പോയി, അമ്മയോർത്ത് കരയുന്നത്. അപ്പം മോള് ചോദിച്ചു അമ്മയും മരിച്ചു പോകുമോ? ഞാൻ പറഞ്ഞു എല്ലാവരും മരിച്ചു പോകും, ആരും മരിക്കാൻ പറ്റില്ല. അപ്പം അവൾ പറഞ്ഞു ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും അമ്മ മരിക്കരുതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, ഞാനൊരു ജസ്റ്റ് താൽക്കാലിക അമ്മയാണ്, ജസ്റ്റ് ടെമ്പററി മദറാണ്. ബട്ട് നിങ്ങളുടെ ഒറിജിനൽ മദർ മാതാവാണ്. ആ മാതാവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ച് മുറുകെ പിടിച്ചാൽ മാതാവ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, എല്ലാ കാര്യത്തിലും നിങ്ങളോട് ഇടപെടും എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മെർലിൻ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മോൾക്ക് ഞങ്ങളോട് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? ഞാൻ ഈശോനെ സ്നേഹിക്കുന്നു. വിശുദ്ധ കുർബാനയോടുകൂടെയാണ് ഞാൻ എൻ്റെ ഈശോനെ സ്നേഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഈശോ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ കാറ്റീസം പഠിക്കുന്ന സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന്. അത് എൻ്റെ ഈശോ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരനോട് ഈശോനെക്കുറിച്ച് പറയാൻ. അത് അവൾ ആക്സെപ്റ്റ് ചെയ്യും, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതേപോലെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഞാൻ ഈശോൻ്റെ സ്നേഹം അവനായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവൻ്റെ സങ്കടം പറഞ്ഞാണ്. അവനിങ്ങനെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്കിളിന് ക്യാൻസർ ആയിരുന്നു, ആളുടെ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എല്ലാവരുടെ അടുത്തും വിളിച്ചു പറഞ്ഞു അതായത് അവസാനത്തെ സ്റ്റേജാണ്. അപ്പോൾ ഇതേപോലെ എനിക്കൊരു സ്പിരിച്വൽ കൗൺസിലർ ഉണ്ടായിരുന്നു, അമ്മച്ചിന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അമ്മച്ചീൻ്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, നീ അവൻ്റെ അടുത്ത് പോയി പറ 7 ദിവസത്തേക്ക് മുട്ടുകുത്തി കർണക്കൊന്ത എത്തിക്കണമെന്ന്, നീയും കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതേപോലെ അവൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ അത് ചെയ്തു. ഞാനും അവൻ്റെ കൂടെ കൂടി. അതായത് കൊന്തേൻ്റെ സമയത്തായിരുന്നു, നാട്ടിലായിരുന്നു ഈ സംഭവം നടന്നത്. കൊന്ത കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ 7 ദിവസം ചെയ്തു. അതിന് ശേഷം ദൈവം അവൻ്റെ അങ്കിളുടെ ജീവിതത്തിൽ ഇടപെട്ടു. ആ സ്റ്റേജ് ആ ക്യാൻസർ മാറി. ഇനി നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളോട് മോൻ എന്താണ് പറയാനുള്ളത്? അതായത് ദൈവം ഹീ വർക്ക്സ് ഓൺ യു വെൻ യു ലീസ്റ്റ് എക്സ്പെക്റ്റഡ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യമാണ്. ഞാൻ മാസ്റ്റേഴ്സ് തുടങ്ങിയായിരുന്നു ഡിഗ്രി കഴിഞ്ഞിട്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ വെക്കേഷൻ സമയത്താണ് ഞാൻ തിരിച്ച് UAE വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് പെട്ടെന്ന് മമ്മിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. മമ്മിയുടെ ഒരു ഫ്രണ്ട് റീന എന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞു, ഇവിടെ ഇന്നൊരു സ്ഥലത്ത് ജോലിയുണ്ട്, പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഒരാളെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ജോലിനെ കുറിച്ച് ആലോചിക്കുന്ന പോലെയില്ല. അപ്പോൾ മമ്മി പറഞ്ഞു, ചുമ്മാ പോയി നോക്ക്, എന്താ ദൈവത്തിൻ്റെ ഇതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പോയി നോക്കി. ആ ഒരു ജോലി എനിക്ക് കിട്ടി. ഇപ്പോൾ 1 വർഷമായി. ഇപ്പോൾ ആ ഒരു ജോലി കാരണം ഇപ്പോൾ എൻ്റെ ഫാമിലീനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു. ഇതാണ്. ഇനി നമുക്ക് ആലീസിൻ്റെ ജോലി മേഖലയെ പറ്റി പറയാം. ആലീസ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആലീസിന് ഈശോയെ പകർന്നു കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് പറയാമോ? ഞാൻ ജോലിക്ക് പോകുമ്പോൾ ദിവ്യകാരുണ്യ ഭക്തി പിക്ചറിൻ്റെ ഈശോയുടെ കാലിൽ എൻ്റെ കൈ വെച്ച് പ്രാർത്ഥിക്കും. ഈശോയെ, ഇത് നിൻ്റെ കരങ്ങളാണ്, എൻ്റെ കരങ്ങളല്ല, ഇതിനെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ഈ കരങ്ങൾ കൊണ്ട് തൊടുന്ന ഓരോ രോഗികളെയും അവിടെ നിന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ. ഞങ്ങൾ പിന്നെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും മേലധികാരികൾക്കും എല്ലാവരും സമർപ്പിച്ച് മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. രോഗികൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും, ഒരാപത്തും വരാതെ, എൻ്റെ കൈകൊണ്ട് ഒരാപത്തും ഒരു രോഗിക്കും വരരുതെന്ന്. അതുമാതിരി ഓരോ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, ഈശോയുടെ നാമത്തിലാണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്.
അവിടുന്ന് സുഖപ്പെടുത്തുന്നത്. ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്നുള്ളൂ, ഈശോയാണ് സുഖപ്പെടുത്തുന്നതെന്ന്. അതുമാതിരി ഞാൻ ഈ നഴ്സിംഗ് പഠിക്കുമ്പം നഴ്സിംഗ് സ്കൂളിൽ വെച്ച് ഒത്തിരി ഇങ്ങനെ ധ്യാനം കൂടിയപ്പം പരിശുദ്ധാത്മാവിനെ പറ്റിയും ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കാര്യം ഈശോ എല്ലാം ഇങ്ങനെ പറഞ്ഞ് അവരിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ രോഗി തൊടുമ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിച്ച് തൊടുന്നത്. അതുമാതിരി ഞാൻ ജോലിക്ക് പോകുമ്പം ഹോസ്പിറ്റൽ എൻട്രൻസിൽ വെച്ച് തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോയെ ഞാൻ കാലെടുത്ത് വയ്ക്കുന്നു, എൻ്റെ കൂടെ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുമാതിരി ഡെലിവറി സൂട്ടിൽ കയറുമ്പോഴും എൻ്റെ വാർഡിൽ കയറുമ്പോഴും ഞാനങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കാറുണ്ട്, ലിസ ഇത് പള്ളിയല്ല, നീ പിതാവിൻ്റെയും പുത്രൻ്റെയും ഒക്കെ വെച്ചിട്ടാണോ വരുന്നത്, പള്ളിയല്ല ഹോസ്പിറ്റലാണെന്ന് പറയാറുണ്ട്. എന്നാൽ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. അതുമാതിരി ഞാൻ കൊന്തെത്തിച്ച് മാതാവിനും കൂട്ടിക്കൊണ്ടാണ് ജോലിക്ക് പോകുന്നത്. മാതാവിനോട് പറയും, മാതാവേ ഉണ്ണീശുമ്മ എൻ്റെ കൂടെ ഉണ്ടാവണമേ, എല്ലാ കാര്യങ്ങളും അമ്മ എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ച് എൻ്റെ കൂടെ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുമാതിരി ഞാൻ ഞങ്ങളുടെ ഒരു ദിവസം സൗദിയിൽ വെച്ച് ഇങ്ങനെ ഒരു രോഗിയും കൊണ്ട് ഞങ്ങൾ ചെറിയൊരു ഗ്രാമത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടുന്ന് സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനെയും കൊണ്ട് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകണം, സെൻട്രൽ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഒരു 1.5 to 2 hours നമുക്ക് സമയം ഉണ്ട്. മാധവനോട് പറയും, ഒരു 10 കൊന്ത ചെല്ലി ഞാൻ കാഴ്ചവെക്കാം, ഒരു ആപത്തില്ലാതെ ഈ രോഗിനെ അവിടെ എത്തിക്കണേ എന്നങ്ങ് പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട്. അങ്ങനെ മുഴുവൻ അവിടെ എത്തുന്നവരെ പ്രാർത്ഥിക്കും. തിരിച്ചു വരുമ്പോഴും ഈ പറഞ്ഞ 10 കൊന്ത ചെല്ലി തീർക്കാം. 10 കൊന്ത എന്ന് പറഞ്ഞാൽ ലുത്തിനെയൊക്കെ ചിലപ്പോൾ ഇല്ലാതെ ആയിരിക്കും, എന്നാലും 10 കൊന്ത ചെല്ലി കാഴ്ചവെക്കാറുണ്ട്. അതുമാതിരി പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വേർഡിങ് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ടൈറ്റിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഐ ഓൺലി ഡ്രസ് ദ വോണ്ട് ബട്ട് ഗോഡ് ഹീൽസ് ഇറ്റ്. ഈ വചനം ഒത്തിരി, ഈ വേർഡ് എനിക്ക് ഒത്തിരി എന്നെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഒത്തിരി പ്രചോദനം നൽകിയത്. ഓരോ രോഗിനെ സൃഷ്ടിക്കുമ്പോൾ ഞാൻ ഈ വചനം പറയും, ഐ ഓൺലി ഗീവ് ദ ഇഞ്ചക്ഷൻ, യു ആർ ദ വൺ, ഹീൽ ഇറ്റ് ലോർഡ്, അങ്ങനെ പറഞ്ഞ് കാഴ്ചവെക്കാറുണ്ട്. അതുമാതിരി ഈ ഡെലിവറി സൂട്ടിൽ ഇങ്ങനെ ചില രോഗികളിങ്ങനെ കഷ്ടപ്പെട്ട് വേദന സഹിച്ച് ഇങ്ങനെ ഇരിക്കുന്ന രോഗികളോട് പറയാറുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒത്തിരി സഹനം കിട്ടും. അങ്ങനെ എന്നോട് കൂടെ പ്രാർത്ഥിക്കുന്ന രോഗികളാണ്, അവരോട് കൂടെ ഞാനും പ്രാർത്ഥിക്കും. ഒത്തിരി എത്രയുള്ള മാതാവ് ചൊല്ലി കാഴ്ചവെക്കും. അങ്ങനെ ഒരു രോഗി ഇങ്ങനെ ഒരു ദിവസം ഒത്തിരി വേദന, 2 ദിവസമായിട്ട് ഡെലിവറി പെയിനിൽ കിടക്കുക, ഡെലിവറി ആയില്ല. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു സിസേറിയൻ ചെയ്യണമെന്ന്. അപ്പം ആൾ പറഞ്ഞു, എനിക്ക് സിസേറിയൻ വേണ്ട, എന്ത് ചെയ്യുക, ഞാൻ ഒത്തിരി കൊന്തയൊക്കെ എത്തിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, കണ്ടിന്യൂ ചെയ്യും കൊന്തെത്തിച്ച് പ്രാർത്ഥിക്കുക, അതോടൊപ്പം എത്രയുള്ള മാതാവെ ഒത്തിരി പ്രാവശ്യം ചൊല്ലി കാഴ്ചവെക്കുക, മാതാവ് ഇടപെടും, മാതാവ് ഈശോയോട് പ്രാർത്ഥിച്ച് എനിക്ക് എല്ലാം ശരിയാക്കി തരുമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ആ രോഗി, എന്നിട്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി, ആ രോഗി അത്രയുള്ള മാതാവ് ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ സുഖപ്രസവമായി. ഞാൻ അതത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ പള്ളിയിൽ വെച്ച് കണ്ടു. ആ രോഗി എന്നോട് വന്ന് ചോദിച്ചു, സിസ്റ്റർ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഓർത്തില്ല. എങ്ങനെ പറഞ്ഞാൽ ഒത്തിരി ബിസിയുള്ള വാർഡ്, ഒത്തിരി പേഷ്യൻസ് വരുന്ന, ഞാൻ ഓർത്തില്ല, എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ആ പേഷ്യൻ്റ് പറഞ്ഞു എന്നോട്, സിസ്റ്റർ എന്നോട് എത്രയുള്ള മാതാവ് ചെല്ലാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാനത് ചൊല്ലി. എന്നിട്ട് ഒത്തിരി എന്നെ ഞാൻ നോർമൽ ഡെലിവറി ആയി. എൻ്റെ ബേബിയുടെ വെയിറ്റ് സിസ്റ്ററിനെ അറിയാവോ, അത് 4 kilo 200 ആണ്. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. എന്നിട്ട് നോർമലായി. അങ്ങനെ ഒത്തിരി സന്തോഷമായിരുന്നു. മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ മനസ്സിലാക്കി. അപ്പം എപ്പോഴും എത്ര നാളാണ് ഒത്തിരി പ്രാവശ്യം ചെല്ലുന്നുണ്ട് എന്ന് മകൾ എന്നോട് പറഞ്ഞു. ആലീസ് ഹോസ്പിറ്റലിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആ പേഷ്യൻറ്റിനെ കുറിച്ച് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ പിള്ളേർ പലപ്പോഴും വിരളമായിട്ടേ പേഷ്യൻ്റൊക്കെ കാണാറുള്ളൂ. അപ്പോൾ അവരെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പിള്ളേരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇങ്ങനെ വേദനിക്കുന്ന പേഷ്യൻസിനും ഇവരുടെ ഫ്രണ്ട്സിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അവർ പ്രാർത്ഥിക്കാറുണ്ട്. അതുമാതിരി ഏത് മരുന്ന് കഴിക്കുമ്പോഴും ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കുരിശ് വരച്ച് ഈശോയെ ഞാൻ മരുന്ന് കഴിക്കുന്നു, സുഖപ്പെടുത്തുന്ന അങ്ങാണെന്ന് പ്രാർത്ഥിച്ച് കഴിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുമാതിരി അവർ കഴിക്കുക. അതുമാതിരി ഫുഡ് കഴിക്കുമ്പോഴാണേലും പറഞ്ഞ് കുരിശ് വരച്ച് നമ്മുടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കഴിക്കണമെന്നും അങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുമാതിരി പിന്നെ ഒരു ഫ്രണ്ട്സിന് വേണ്ടി ഒരു പ്രാവശ്യം ഒരു ഫ്രണ്ട് ഒത്തിരി വിഷമത്തിലായിരുന്നു, ഇങ്ങനെ സ്കൂളിലൊക്കെ പോകാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അവർക്ക് ആ മകൾക്ക് വേണ്ടി ഇങ്ങനെ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ച് കാഴ്ചവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആലീസ്, നമ്മുടെ ജീവിത പങ്കാളിയും മക്കളും വളരെ ചുരുക്കമായിട്ട് രോഗികളെ കാണുന്നുള്ളൂ. നമ്മളെപ്പോഴും വേദനിക്കുന്ന രോഗികളുടെ ഇടയിലാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ജീവിത പങ്കാളിയും മക്കളും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ അവിടെ വേദനിക്കുന്ന രോഗികളെക്കുറിച്ച് നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു പ്രചോദനം കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന നഴ്സസിനും ഇതൊരു മാതൃകയാകട്ടെ. നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ആലീസിന് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ ഈശോയെ പറ്റി പറഞ്ഞു കൊടുക്കണം. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ അവരെ കൂടെ കൊണ്ടുപോകണം. നമ്മളെ കുടുംബ പ്രാർത്ഥന അവരെ ചേർത്തണം. അവരോട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. അതുമാതിരി ഒരു ഭക്ഷണമെങ്കിലും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം.
ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വേദന അനുഭവിക്കുന്നവരെ പറ്റി ഷെയർ ചെയ്യണം. അതുമാതിരി നമ്മളെ സഹപ്രവർത്തകരും സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ മറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഈശോയെ നമ്മളെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പുറപ്പാട് 20:6 തിരുവചനം പറയുന്നു, എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കരുണയുള്ളവനായിരിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു കുടുംബിനിയായ അമ്മയായ ഈ നേഴ്സ് തൻ്റെ മക്കളെ പഠിപ്പിച്ചത് എത്ര മനോഹരമാണല്ലേ. ഞാൻ നിങ്ങളുടെ ഈ ലോകത്തിലെ താൽക്കാലികമായ അമ്മയാണെന്നും എന്നെന്നും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ പരിശുദ്ധ അമ്മ, ഒരു സ്വർഗീയ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും ആ അമ്മ മക്കളെ പഠിപ്പിച്ചു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെയും ഈ മാതൃഭക്തിയിൽ നമുക്ക് വളർത്താം. പാദ്രോപ്പിയോ പറഞ്ഞത് ശ്രദ്ധേയമാണ്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുക, ജപമാല ചൊല്ലുക. ഈ ലോകത്തിലെ എല്ലാ തിന്മകൾക്കും എതിരെയുള്ള ഏറ്റവും നല്ല ആയുധം ജപമാലയാണ്. അതെ, ഈ ജപമാലയിൽ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നാം ശുശ്രൂഷിക്കുന്ന രോഗികളെയും എല്ലാം നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഞാനുറങ്ങാൻ പോകും മുൻപാ